ഉറക്കം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ കേട്ടിട്ടുണ്ട് 8 മണിക്കൂർ കണ്ടിന്യൂസ് ഉറങ്ങിയാൽ മതി. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ 2 മണിക്കൂർ ഉറങ്ങിയാൽ പിന്നെ 8 മണിക്കൂർ ഉറങ്ങുക, രാത്രി 8 മണിക്കൂർ ഉറങ്ങിയാൽ 8 മണിക്കൂർ ഉറക്കം കിട്ടിയാൽ മതിയെന്ന്. പക്ഷേ ശരിക്കും ഉറക്കത്തിന് കൃത്യമായിട്ടുള്ളൊരു സമയമുണ്ടോ? അതായത് ഈ സമയത്ത് ഉറങ്ങണം, ഈ സമയത്താണ് ഡീപ്പ് സ്ലീപ്പ് കിട്ടുള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ പോകണം, അങ്ങനെ ഉണ്ടോ? അത് ആക്ച്വലി നമ്മുടെ സിർക്കേഡിയൻ റിതം അനുസരിച്ച് അതിന് ഏകദേശം ഒരു ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 10 മണി തൊട്ട് വെളുപ്പിന് 6 മണി, അതായത് സൺറൈസിൻ്റെ കൂടെ നമ്മൾ എഴുന്നേൽക്കണം. അതാണ് നോർമൽ ഹ്യൂമൻ ബോഡിക്ക് ഏറ്റവും നല്ലത്. പക്ഷേ എപ്പോഴും അത് സാധിക്കണമെന്നില്ല, നമ്മുടെ ഓരോ സാഹചര്യം അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വരാം. പക്ഷേ ആസ് ഫാർ ആസ് പോസിബിൾ നമ്മൾ രാത്രി തന്നെ നന്നായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക. രാത്രി മൊത്തം വർക്ക് ചെയ്തിട്ട് രാവിലെ മൊത്തം ഉറങ്ങുന്നു കഴിഞ്ഞാൽ അത് ഭയങ്കര ഇംപ്രോപ്പറായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലാണ്. അത് ഡെഫിനറ്റ്ലി നമുക്ക് ബോഡിക്ക് ഒരുപാട് ഹാം ഉണ്ടാവും ഓൺ ദ ലോങ് റൺ. നമ്മൾ പെട്ടെന്ന് ചെറുപ്പത്തിൽ നമുക്കത് ഫീൽ ചെയ്യത്തില്ല, പക്ഷേ ഒരു പ്രായം തോറും അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് നമുക്ക് ഫേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യും. നമ്മുടെ സിർക്കേഡിയൻ റിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെയാണ് ഡേ ടൈമിൽ വർക്ക് ചെയ്യുന്നു, ഈവനിങ് ആകുമ്പോഴേക്കും നമ്മുടെ മെലറ്റോണിൻ ഹോർമോൺസ് പീനിയൽ ഗ്ലാൻഡിൽ നിന്ന് പൈനിയൽ ഗ്ലാൻഡ് ഉണ്ട്, അവിടെ നിന്ന് മെലറ്റോണിൻ ഹോർമോൺ സെക്രീറ്റ് ചെയ്യണം. മെലറ്റോണിൻ നമ്മുടെ സ്ലീപ്പ് ഇൻഡ്യൂസ് ചെയ്യുന്നത് നമ്മൾ ഉറങ്ങുന്നു. അതാണ് നമ്മുടെ നോർമൽ രീതി. നേച്ചർ അങ്ങനെയാണ് ഡിവൈസ് ചെയ്തേക്കുന്നത്. എപ്പോൾ ഇതിൻ്റെ എതിരെ പോകുന്നു അതൊക്കെ നമുക്ക് ഹെൽത്തിനെ അത് തിരിച്ചടിക്കും. നമ്മൾ നേച്ചറിൻ്റെ എതിരെ എന്ത് ചെയ്തോ അതെല്ലാം നമുക്ക് തിരിച്ചു വരും. അപ്പം ബേസിക്കലി നമ്മുടെ സ്ലീപ്പ് ഇറഗുലർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ കുറയും. കാരണം അതിൻ്റെ ഒരു മേജർ ഫങ്ഷൻ ഒന്ന് നമ്മുടെ ഈ റിജുനേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് നെർവ്സിനൊക്കെ ഭയങ്കര ഡാമേജിങ് ആണ് ഈ കണ്ടിന്യൂസ് സ്ലീപ്പ് ഡിപ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള മൈഗ്രെയിൻ പോലത്തെ അസുഖങ്ങളൊക്കെ സ്ലീപ്പ് ഡിപ്രേഷൻ വഴിയാണ് ഏറ്റവും കൂടുതൽ. ആരും ഉറങ്ങിയില്ല അപ്പോൾ എപ്പോഴും മൈഗ്രെയിൻ ആയിരിക്കും. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ഡിസ്റ്റർബൻസ്, മെമ്മറി ഡിക്ലൈൻ. അത് ഭയങ്കര സ്ലീപ്പ് ഡിപ്രഷനുള്ള ആൾക്കാർക്ക് മെമ്മറി ഡിക്ലൈൻ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മറക്കാൻ തുടങ്ങും.